സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ സ്വർഗപിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ ദാസി സിസ്റ്റർ ആമേൻ നമ്മുടെ മധ്യ വർഷിപ്പ് ലീഡ് ചെയ്യും. കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസിയാണല്ലോ ഇപ്പോൾ. ആമേൻ. കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പാസ്റ്റർ മീറ്റിംഗിൽ വർഷിപ്പ് ലീഡ് ചെയ്തിട്ട് ഇവിടെ കയറി വളരെ ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന അനേക മീറ്റിങ്ങുകളിൽ കർത്താവിന്റെ ദാസിയെ ദൈവദാസിനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ആമേൻ. പ്രൈസ് കർത്താവ് ദൈവദാസിയെ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉപയോഗിക്കുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസിയെ തുടർന്നുള്ള നിമിഷത്തിലെ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിന്റെ ദാസിയെ സ്വാഗതം ചെയ്താട്ടെ. ആമേൻ. ആമേൻ. Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. പ്രിയ ഹണി ബേബി പാസ്റ്റർ, അനിൽ ജോർജ് പാസ്റ്റർ, കൂടി വന്ന എല്ലാ ദേവദാസിമാർക്കും ദാസന്മാർക്കും എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പാദപീഠയിരുന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ ഒരു സമയം കർത്താവ് നമ്മളെ ഹല്ലേലൂയ സഹായിക്കട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നതിനെ ദയ ചുറ്റിക്കൊള്ളും. ആമേൻ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ആമേൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ശബ്ദം ക്ലിയർ അല്ലേ പാസ്റ്റർ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൻ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൻ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം.
സ്നേഹത്തിനായി ആമേൻ ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന അപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും വലിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ അങ്ങയുടെ ഹല്ലേലൂയ സ്നേഹത്തിനായി ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായി ആമേൻ സ്തോത്രം. ഈ അത്ഭുത വിസ്മയമായ ഈ സ്നേഹം ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹിച്ചു മാനിച്ച മാന്യതയോടെ ഞങ്ങളെ അനുദിനം നിർത്തുന്ന, മറ്റുള്ളവർക്ക് തലകുനിക്കാതെ വണ്ണം ശത്രുക്കൾക്ക് മുന്നിൽ മേശയൊരുക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപ എത്ര വലിയത്. ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അനേകർക്കിടയിൽ ഞങ്ങളെ മാനിക്കുന്ന ആമേൻ ഞങ്ങൾ ആദരിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. സൗഖ്യദായകനായ ആ ദൈവത്തിൻ്റെ കരം പലപ്പോഴും ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിച്ചല്ലോ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി അടിപ്പിണരുവാനുള്ള സൗഖ്യം അപ്പാ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ശരീരാത്മദേഹികളെ കർത്താവെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന യേസാമേ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയേറിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പിന്നെ നമ്മുടെ കർത്താവിന്റെ സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കാം. ആമേൻ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ആമേൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു പാട്ടുകൂടെ പാടി കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. परमेश्वर हमारा ऊंचा गढ़ है, सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है, सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। वो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है, सेनाओं का यहोवा हमारे संग, हालेलूया, हमारा
ജീർണിച്ചു പോകുവാനല്ല, യെസ്, അത് ഉണങ്ങി പോകുവാനല്ല, അത് ഫലം കായ്ക്കുവാൻ, അത് പുതിയതായി തീരുവാൻ, ചില വാതിലുകൾ തുറക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയെ ദൈവം പകരുകയാ. ഉടരാജനാന്തര വൈഡക രാജകരകരകക്ഷസിയ യേശ്രീ കബലഹന്തല ഉടരാജനാന്തര. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ആത്മീയ ചൈതന്യങ്ങളെ ദൈവം പകരുന്ന വർഷമാ. ഹല്ലേലൂയ. 2025 ആരംഭം മുതൽ യശ്ചിലഹാല ശുശ്രൂഷയുടെ പുതിയ തലങ്ങളെ ദൈവം വെളിപ്പെടുത്തുമെന്ന് യശ്രീമനഹന്തല ഉടരാജനാന്തര ദൈവദാസന്മാരോട് ദൈവം വ്യക്തമായി അത് ഇടപെടുകയാ. ഉടരാജനാന്തര വൈഡകേ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രാർത്ഥിച്ചു വെച്ച ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിനെ ഹല്ലേലൂയ അടുത്ത വർഷം ആരംഭം മുതൽ അതിനെ കൊയ്തെടുക്കുന്ന, മറുപടിയെ നേടിയെടുക്കുന്ന വർഷമാ. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ലെങ്കിലും കാറ്റ് കടന്നു ചെന്ന് അതിനെ തെളിവാക്കുന്ന പോലെ ഇപ്പോൾ അതിന്റെ സാധ്യതകൾ കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ കാറ്റ് കടന്നു ചെന്ന് ചില വിഷയങ്ങളെ ദൈവം പുറത്തെടുക്കുകയാ. ഹല്ലേലൂയ. സാധ്യതകൾ അസ്തമിക്കുമ്പോൾ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സാധ്യതകൾ അസ്തമിച്ചെന്ന് പറഞ്ഞ് എല്ലാ സഹായങ്ങളും, എല്ലാ നാം നോക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ആമേൻ ഹാലേലൂയ അടയപ്പെടുമ്പോൾ നാം ചിന്തിക്കും ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്ന്. അങ്ങനെ പറഞ്ഞ വിഷയത്തെ മാറ്റിവെക്കുവാനല്ല, ദൈവം അവിടെ നിന്ന് പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുകയാ. നമ്മുടെ ആശ്രയം ആ ദൈവത്തിൽ മുറുകെ പിടിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായും ദൈവം വിടുതലിനെ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാവരും ഹല്ലേലൂയ കൈവിടപ്പെട്ടപ്പോൾ, എല്ലാവരും അടയപ്പെട്ടപ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യേശാമി തുറന്ന എത്രയോ സാധ്യതകള്, എത്രയോ ഹല്ലേലൂയ വഴികള്, എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങള് മറുപടി നാം അനുഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും നാം ഇപ്പോൾ ആ സാധ്യങ്ങളെ കണ്ട് ഭാരപ്പെടുകയല്ല. കഴിഞ്ഞ നാളുകളിൽ മറുപടി അയച്ച നമ്മുടെ കർത്താവ് ഈ നാളുകളിൽ നമുക്ക് വേണ്ടി നിശ്ചയമായും ഉത്തരമരുളുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഓ, തകർക്കുന്നവൻ നമുക്ക് മുൻപായി കടന്നു പോകുന്നു. ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഗണ്ടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ വഴികളുണ്ട്, പുതിയ വാതിലുകളുണ്ട്. പ്രത്യാശ നഷ്ടപ്പെടാതെ ഈ ദിവസങ്ങളിൽ അതിനായി കാത്തിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യസ്റമന ശിഗാരവാലവാലവ ഹംദലയുടെ രാജനാന്തര വൈഡകേ യേസ്രി കരനി ഗരഗടക ശാന്തുരബസിയ. ഹല്ലേലൂയ. റമാനച്ചസേരബേഷിക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. യെസ് കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹംദലയുടെ രാജനാന്തര. ഹല്ലേലൂയ. രാജാവേ, തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ.
കർത്താതി കർത്താവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ എൻ്റെ താതൻ്റെ മാർവിടമേ എൻ്റെ താതൻ്റെ മാർവിടമേ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ആമേൻ സ്തോത്രം സ്വർഗ്ഗസുത പീഠം വെടിഞ്ഞ് നമ്മളെ തേടി വന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഹല്ലേലൂയ എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നല്ലോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് എന്നും നന്ദിയുള്ള ഹൃദയത്തോടെ ഓരോ ദിവസം മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിപ്പാൻ എത്രമാത്രം നമ്മളെ ആദരിപ്പാൻ നമുക്കൊരു യോഗ്യതയുമില്ല രാജകീയ പുരോഹിത വർഗമായി ആമേൻ ഹാലേ നമ്മളെ തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് പാടുവാൻ ആമേൻ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് പാടുവാൻ കർത്താവ് നമ്മളെ ഇത്രയും സഹായിച്ചല്ലോ അനുഗ്രഹിച്ചല്ലോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദി ഹല്ലേലൂയ അവസരം നൽകിയ ദൈവദാസനോട് നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്ന് ആത്മാവിന്റെ അഭിഷേകത്തോടെ ദൈവാത്മാവിന്റെ നിറവോടെ നമ്മുടെ മധ്യേ വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമ്മൾ ദൈവസാന്നിധ്യത്തിന്റെ നിറവിലായിരുന്നു കർത്താവ്. ദൈവദാസിയും തന്റെ കുടുംബത്തെയും കർത്തദാസിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കർത്താവ് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിയെ തുടർന്നും വിവിധ വേദികളിൽ കർത്താവിന്റെ ദാസിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രൈസ് വളരെ വളരെ ആത്മനിറവിലും ആത്മസാന്നിധ്യത്തിലും ഞങ്ങളായിരിക്കാം കർത്താവിന്റെ ദാസിയുടെ ശുശ്രൂഷയെ ഇടവരുത്തി ഞങ്ങൾ പ്രൈസ് കർത്താവിന്റെ ദാസി പറഞ്ഞ ദൂതുകൾ ഞങ്ങൾ റിസീവ് ചെയ്യാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസുള്ളോ ഞങ്ങളൊരു പ്രൈസുള്ള പ്രത്യേകിച്ച് ഒരു അറിയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരെല്ലാം കഴിയുന്നവർ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വെക്കണമേ. പരിചിതമല്ലാത്ത ആളുകളെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വെല്ലുവിളികൾ നിങ്ങൾക്കറിയാം. മതശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റ് നമുക്കെതിരെ വെല്ലുവിളിച്ചതും എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്ന ഡിവൈസുകളെ നമ്മളിൽ പ്രൈസുള്ള റിജക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നവരെല്ലാവരും നിങ്ങളുടെ വീഡിയോകളെ പ്ലീസ് ദയവ് ചെയ്ത് ഓൺ ചെയ്ത് വെക്കുക. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മീറ്റിങ്ങിനെതിരെ ശക്തമായ ജാതീയ വെല്ലുവിളികൾ ഉണ്ടായതുകൊണ്ടാണ്, അല്ലാതെ ആരോടും വ്യക്തിപരമായ വിഷയം ഉണ്ടായതുകൊണ്ടല്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാടെ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് രാത്രി സ്വർഗ്ഗം നമ്മുടെ മധ്യം ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസലോ കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായി കടന്നു വരും. ഇപ്പോൾ തന്നെ ദൈവദാസൻ ജോയിൻ ചെയ്യും. ഒരു നിമിഷം നമുക്ക് ഇന്ന് രാത്രിയുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. 4ാമത്തെ രാത്രിയിലേക്ക് സർവകൃപാലുമായ ദൈവം കൊണ്ടുവന്നുള്ള പ്രത്യേകിച്ച് നബി പാസ്റ്റർ 21 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബത്തെയും മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് തന്റെ ദാസനെയും ദൈവദാസിയും കുടുംബത്തെയും ഒക്കെ ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ അപ്പോസ്തലന്മാർ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ബേബി പാസ്റ്റർ അബ്രഹാം ബീഹാർ കർത്താവിന്റെ ദാസൻ മിഷണറിയായി ബീഹാറിൽ അധ്യത്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവദാസന്മാരെ ഞാൻ കാണുന്നു. ബരാക്ക CM കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ബരാക്ക എന്ന പ്രൈസലോ ഞാൻ വിചാരിക്കുന്ന കർത്തദാസനാണ്. കർത്താവിന്റെ ദാസനെ പ്രൈസലോ അദ്ദേഹമാണോ ഇത് ശുശ്രൂഷിക്കണ്ടേ? ആണോ? പ്രൈസലോ സോറി, പേര് അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ്. സ്തോത്ര. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നോടെ ചിരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്തായിട്ട് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഇത് രാത്രിയിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തല്ലോ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രണ്ടുപേർ ഇന്ന് രാത്രിയുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സുനിത ഉണ്ണി സിസ്റ്റർ ആദ്യ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ വാസു ബേബി അബ്രഹാം കർത്താവിന്റെ ദാസനും പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. പ്രിയ കർത്തദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദാസൻ 21 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നല്ലോ. അങ്ങയുടെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഏത് വിഷയത്തിന്മേലാണ് അങ്ങയുടെ ദാസനും ദാസിയും ഇരിക്കുന്നത് കർത്താവെ, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദർശിമാറുന്ന സാന്നിധ്യത്തിന് മക്കളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വിഷയത്തിന്മേൽ ദൈവ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് അവിടുന്ന് ശക്തമായ അവിടുന്ന് ഉപവാസം കഴിയുമ്പോൾ ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മശക്തിയെ കർത്താവെ അങ്ങയുടെ ദാസന്റെ മേൽ ദാസിയുടെ മേൽ അവിടുന്ന് പകരപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവെ ഹനി ജോർജ് പാസ്റ്റർക്കായി സ്തോത്രം. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. വെങ്കടദാസന്റെ ശുശ്രൂഷകളെ വേലയെ അവിടുന്ന് മാനിക്കണമേ കർത്താവെ. അല്ലെങ്കിൽ വെങ്കടദാസൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അനേകായിരങ്ങളെ കർത്താവെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ കർത്താവെ വലിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവമേ ഹല്ലേലൂയ അങ്ങ് അവിടുന്ന് ശക്തമായി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന് തന്നെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഇന്നത്തെ മീറ്റിംഗിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടിയാക്കണമേ. പ്രിയ വർഷിപ്പ് ചെയ്ത പ്രിയ സിസ്റ്റർക്കായി സ്തോത്രം. ദാസി അവിടുന്ന് ശക്തമായി അവിടുന്ന് ഉപയോഗിക്കണമേ. അവരുടെ ശുശ്രൂഷ മേഖലകളെ ദൈവം അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങക്ക് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവം പിന്നെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന അങ്ങയുടെ ദാസനായി സ്തോത്രം. അങ്ങ് അവിടുന്ന് ശക്തമായി ഉപയോഗിക്കണമേ കർത്താവെ. ആ വിക്കനായ മോശയുടെ നാവോട് കൂടിയിരുന്ന് പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രികാലം അങ്ങയുടെ ദാസന്റെ വായോട് നാവോട് കൂടിയിരുന്ന് പ്രവർത്തിക്കണമേ കർത്താവെ. മാനുഷികമായ ശബ്ദമല്ല കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം വേണ്ടത്. അങ്ങയുടെ ഇമ്പമാവുന്ന ശബ്ദം ഇന്ന് രാത്രികാലം ദൈവമേ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇവിടുന്ന് കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ കുറവുകളെ കണ്ടുണരുന്ന രാത്രിയായി തീരുവാൻ ദൈവമേ അങ്ങ് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവിടുന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ഇന്ന് രാത്രികാലം രോഗികളായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പൂർണ്ണ വിടുതലോടെ പൂർണ്ണ ആശ്വാസത്തോടെ മടങ്ങി പോകുവാൻ ദൈവോട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേക്ക് ഹിതമില്ലാത്ത ഒരു വ്യക്തി പോലും ദൈവമേ സൂമിൽ കയറുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് തന്നെ അവിടുന്ന് നിയന്ത്രിക്കണമേ, പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും ഉദാസീനതയോടെ ഭവനത്തിൽ ഇരിപ്പാൻ ഇടയാക്കാതെ വേണം എല്ലാവരും ജോയിൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മാനമഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഉണ്ടല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ പ്രൈസ് ദി ലോർഡ് മ്യൂട്ട്. അല്ലെങ്കിൽ നമ്മുടെ മധ്യേ പ്രൈസ് ദി ലോർഡ് റിജോ തോമസ് ജർമ്മനിയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ഗോഡ്. വൺ സെക്കൻഡ്. യാ പ്രാർത്ഥിച്ചു. മ്യൂട്ട് ഓൺ ചെയ്യണമേ. റിജോ തോമസ് പ്ലീസ് മ്യൂട്ട് ഓൺ ചെയ്യണമേ.
ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിത്യവും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. നല്ല രാത്രി കാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പരദേശത്തായിരിക്കുന്ന ഞങ്ങൾ കർത്താവേ, നിന്റെ നാമത്തിൽ കർത്താവെ ഒത്തുകൂടി ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവമേ കർത്താവെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഇന്നത്തെ കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഞങ്ങൾക്ക് കർത്താവെ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ഹിതമില്ലാത്ത ഒരാൾ പോലും കർത്താവെ മീറ്റിംഗിൽ കർത്താവെ കയറുവാൻ എന്റെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കയറി ആരും കർത്താവെ വെറും കൈയോടെ മടങ്ങിപ്പോവാൻ എന്റെ ദൈവം അനുവദിക്കരുത് കർത്താവെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. രക്തത്താൽ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വർഷ ചെയ്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുന്ന കർത്താവെ ദൈവദാസനെ നിന്റെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവെ 30, 60, 3 കർത്താവിന്റെ മക്കൾക്ക് അത് കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഹല്ലേലൂയ. സകലരുടെയും കർത്താവെ ഹൃദയത്തോടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, ഉത്തരമല്ലിക്കുക സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ജീവൻ വെച്ച നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ദാസനെ ഒത്തിരി നന്ദി. ഹല്ലേലൂയ. റിജോ തോമസ് അവർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയാട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ വചനം കേൾപ്പാൻ പോവുകയാണ്. പ്രത്യേക സ്തോത്ര വീഡിയോ ഓൺ ചെയ്യാതിരുന്ന കർത്തദാസന്മാർ ചിലരുണ്ടല്ലോ. പ്രൈസ് കർത്താവ് ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രത്യേകിച്ച് പാസ്റ്റർ പി ഡി ജോർജ് അവർ ഗുജറാത്തിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസനെ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ രാജൻ സാർ അവർ, റെവറൻ സി സുരേന്ദ്രൻ അവരെല്ലാം കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി വിവിധ പട്ടണങ്ങളും സ്തോത്രം ശക്തിയോടെ പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ അഭിഷക്തന്മാരാണല്ലോ. അവരെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈജു മാത്യുവിനെ സ്വാഗതം ചെയ്ത കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ എല്ലാവരെയും ദൈവനാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജോർജ് സിസ്റ്ററെ വാചനം വായിച്ച് സഹായിക്കുവാൻ ബൈബിൾ സ്തോത്രം കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് ദാസേ അതിനായി ഒരുങ്ങണമേ. തുടർന്നുള്ള നിമിഷത്തിൽ ഇന്ന് രാത്രി നമ്മുടെ മധ്യ 4ാമത്തെ രാത്രിയാണല്ലോ. ശുശ്രൂഷിക്കാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു ചെറിയാൻ അബുദാബി കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള നിമിഷങ്ങളുടെ ശുശ്രൂഷകൾക്കായി കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാൻ കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യ കടന്നു വന്നാട്ടെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? അതെ, കേൾക്കാം. താങ്ക് യു സോ മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ രാത്രിയിലേക്ക് കർത്താവ് എനിക്കും കൂടെ പങ്കുചേരുവാന്നൊക്കെ വണ്ണം ഇടയാക്കിയ കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത ഇതിൻ്റെ ഭാരവാഹികൾ, അതിന് നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ അനി ബേബി, പാസ്റ്റർ അനിൽ ജോർജ്, മറ്റുള്ള എല്ലാ ദൈവദാസന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗ് എല്ലാവരും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിച്ചുകൊണ്ട് ഈ രാത്രി കാലത്ത് നമ്മുടെ വേദപഠന ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7, 8 വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. രാപ്പകലില്ലാതെ തന്നോട് നിലവിളിക്കുന്ന എല്ലാവരുടെയും കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. തൻ്റെ വൃതന്മാർ, അതായത് കർത്താവ് തെരഞ്ഞെടുത്ത തൻ്റെ ഭക്തന്മാർ രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവരുടെ മറുപടിക്ക് ദീർഘമായിട്ട് ക്ഷമയുണ്ടെങ്കിലും, അതായത് ഒരു അല്പസമയം താമസമുണ്ടെങ്കിലും ആ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്നത് വേഗത്തിലായിരിക്കും. ആമേൻ. ഇന്ന് രാത്രികാലം എത്ര പേര് ദൂതേറ്റെടുക്കുന്നു എന്നെനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു. നിങ്ങൾ വചനത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നോ, വചനത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ എങ്ങനെ റിസീവ് ചെയ്യാനിരിക്കുന്നുവോ
അതുപോലെ ആയിരിക്കും വചനം നിങ്ങളെ തൊടുന്നത്, ഞങ്ങളെ വിടുവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ആത്മാവിൽ ഏറ്റെടുക്കുന്നവനെ ആത്മാവിൽ ആമേൻ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. രാവും പകലും നിലവിളിക്കുന്നതിൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ദൈവത്തിനുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വിടുതലിൻ്റെ സമയമാകുമ്പോൾ അത് ദീർഘിപ്പിക്കത്തില്ല, അത് വേഗത്തിൽ ദൈവം നടത്തും. ഇന്ന് രാത്രി ഉപവാസത്തിൻ്റെ 4ാമത്തെ രാത്രിയിൽ തന്നെ അവൻ ഉപവസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ നിന്റെ നിലവിളിയുടെ ദൈർഘ്യം എൻ്റെ ദൈവത്തിന് അറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ഉപവാസം ഇവിടെ തീരുന്നതിന് മുമ്പ് അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം ഞാനും നീയും ആരാധിക്കുന്നത്, ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ രാപ്പകൽ നിലവിളിക്കുന്ന നിലവിളികളുടെ ശബ്ദങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഈ രാത്രികാലം ജീവിക്കുന്നു. ആമേൻ. ദാവീദ് സങ്കീർത്തനത്തിൽ 55:17 ഇങ്ങനെ പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ആമേൻ. ഒരു കോമ ഇട്ടുകൊണ്ട് ആ വാക്യം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. ആമേൻ. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല ദാവീദ് ഇട്ടത്, ഒരു കോമയാണ് ഇട്ടത്. ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ ഇട്ടുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ അവൻ നിലവിളികളെ കേൾക്കുന്ന, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ദാവീദും കൂട്ടരും സിക്ലാഗിലേക്ക് മടങ്ങി വരുമ്പോൾ, സിക്ലാഗിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്, അവരുടെ പട്ടണം തീ വെച്ച് ചുട്ടിരിക്കുന്നു, ഭാര്യമാരും പുത്രിപുത്രന്മാരും അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അവൻ 1 ശമൂവേൽ 30:4 ഇങ്ങനെ പറയുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അവൻ പലർക്കും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരല്പം നാണക്കേടാ. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, അവൻ ലജ്ജ കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി നിലവിളിച്ച അവൻ കരയുന്നവരുടെ മറുപടികൾ നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രികാലം ചിലരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. അവൻ ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞ ദാവീദ് 19ാമത്തെ വാക്യം അതേ അധ്യായത്തിൽ പറയുന്നു, അവൻ അമാല്യക്കർ അപഹരിച്ചു കൊണ്ടുപോയത് സകലവും ചെറുതോ വലുതോ ഒന്നുപോലും നഷ്ടപ്പെടാതെ തിരിച്ചെടുത്തു. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് രാത്രി വരെ അവൻ നിന്റെ ആത്മീയ സന്തോഷത്തെ അപഹരിച്ച, നിന്റെ ആത്മീയ ചൈതന്യത്തെ അപഹരിച്ച, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അപഹരിച്ച, നിന്റെ സന്തോഷത്തെ തകർത്തു കളഞ്ഞ അവൻ അമാല്യക്ക് ശക്തികൾ അപഹരിച്ചു കൊണ്ടുപോയതിനെ ഇന്ന് രാത്രി നിലവിളി നീ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ അവൻ ഒന്നുപോലും കുറവില്ലാതെ ചെറുതോ വലുതോ ആയ സകലതിനെയും മടക്കി പിടിക്കാനുള്ള ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. അമോ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരുണ്ടെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവം. വിശ്വസിച്ചാട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഇന്ന് രാത്രികാലം വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഒരിക്കൽ ഹെസ്കിയാ പ്രവാചകന്റെ ഹെസക്കിയാ രാജാവിൻ്റെ അടുത്ത് വന്ന അവൻ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ അവൻ ഗ്രഹകാരം ക്രമപ്പെടുത്തിയില്ല എങ്കിൽ നീ മരിക്കും നിശ്ചയമെന്ന. ഈ വാർത്ത കേട്ട അവൻ ഹെസക്കിയാവ് ചുമരിനോട് തല തിരിച്ചു വെച്ച്, മുഖം ചുമരിനോട് തിരിച്ചു വെച്ച് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ദൂത് പറഞ്ഞ് ഇറങ്ങിപ്പോയ യെശയ്യാ പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം തിരിച്ചു വിളിച്ച് പറഞ്ഞു, യൂട്ടേൺ അടിക്ക, നീ പറഞ്ഞ ദൂതൊന്നും മാറ്റിപ്പറ. കാര്യം ഒരുത്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവൻ ദൈവം തന്റെ തീരുമാനത്തെ മാറ്റി.
ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ ചില തീരുമാനങ്ങൾ ദൈവം എടുത്താൽ പോലും കരയുന്ന ദൈവമക്കളുടെ കണ്ണുനീരിന്റെ മുമ്പിൽ തീരുമാനങ്ങളെ മാറ്റുന്ന ഒരു ദൈവം ഈ രാത്രികാലം ജീവിക്കുന്നു. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. അവൻ നിന്നെ നോക്കി നാട്ടുകാർ വിധി എഴുതിയ ചില വിഷയങ്ങളുണ്ട്, പക്ഷെ അതിനെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാത്രികാലം ജീവിക്കുന്നു. യെശയ്യാവ് ആദ്യം വന്ന് പറഞ്ഞു നീ മരിക്കുമെന്ന, എന്നാൽ ഒരുത്തന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ പറഞ്ഞവനെ കൊണ്ട് തന്നെ ദൂത് മാറ്റി പറയുവാൻ എന്റെ ദൈവം മതിയായവനെങ്കിൽ, ശക്തനെങ്കിൽ, ഇന്ന് രാത്രികാലം നിന്നെ കുറിച്ച് നാട്ടുകാർ വിധി എഴുതിയ ചില വിഷയത്തിന്റെ അകത്ത് ദൈവം അതിനെ മാറ്റി എഴുതുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുനീരിന് കഴിയും. ആമേൻ. ഹാലേലൂയ, ഹാലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. രക്തത്താലും വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ കഥകൾ അടച്ച മുഴങ്കാലുകൾ മടക്കി ഒരല്പസമയം കണ്ണുനീരൊഴുക്കി നിലവിളിക്കാമോ? നീ നിലവിളിക്കാൻ തയ്യാറെങ്കിൽ നിന്റെ മേലുള്ള ചില വിധികൾ മാറ്റി എഴുതി, നിന്റെ മേലുള്ള ചില നിയോഗങ്ങളെ മാറ്റി എഴുതി പുതിയൊരു അധ്യായത്തിന്റെ ജീവിതത്തിൽ തുറപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആമേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ കർത്താവിനൊരു പ്രത്യേക താല്പര്യമാണ്. ആമേൻ, 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 ആമേൻ. ഞാൻ അങ്ങനെ പറയുന്നു. അവൻ്റെ ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട്, ഈ രാത്രിയുടെ യാമത്തിൽ ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ദൈവമുമ്പാകെ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ദൈവത്തിന്റെ തീരുമാനം എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇന്ന് രാത്രിക്കാലം ഇതിൻ്റെ അകത്ത് കാണുന്ന 33 ഡിവൈസുകൾക്കകത്ത് അവൻ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന നിന്റെ കാര്യത്തിൽ ദൈവത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. അവൻ വേഗത്തിൽ ഏറ്റെടുത്താമേൻ പറയുന്നവർക്കായി സ്തോത്രം. ഒരുപക്ഷെ നിന്റെ സാഹചര്യം നിന്നെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ടാകാം, നടക്കത്തില്ലെന്ന. എന്നാൽ ഇന്നത്തെ നിന്റെ നിലവിളിയിൽ, ഇന്നത്തെ നിന്റെ കണ്ണുനീരിൽ, ഇന്നത്തെ നിന്റെ പ്രാർത്ഥനയിൽ, ഇന്നത്തെ നിന്റെ ആരാധനയിൽ ഒരു ദൈവപ്രവൃത്തി നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവൻ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചരിത്രത്തെ മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ സ്ഥിതിയെ മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പക്ഷെ ഇന്ന് രാത്രിക്കാലം ദാവീദിനെ പോലെ നിലവിളിക്കാൻ തയ്യാറായിരിക്കണം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും നിലവിളിച്ച ദാവീദ് അവൻ സകലതും മടക്കിക്കൊണ്ടുവന്നതുപോലെ അവൻ മരിക്കുമെന്ന് വിധി എഴുതിയ ഹിസ്കിയാവ് ഒറ്റ പ്രാർത്ഥനയിൽ തന്റെ ആയുസ്സിന് 15 സംവത്സരം കൂടെ നീട്ടിപ്പിടിച്ചതുപോലെ അവൻ ലോകം അറുതിയിട്ട് ചില ടൈം പീരീഡ് നിന്റെ മുമ്പിൽ വരച്ച, ഇതിനപ്പുറം നിനക്കങ്ങോട്ട് ഒരു സ്കോപ്പമില്ലെന്ന് പറഞ്ഞ് ചില വിധിയെഴുത്തുകളെ ഈ രാത്രികാലം ദൈവം നിന്റെ കണ്ണുനീര് കൊണ്ട് മായ്ക്കാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന വഴിയെ അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-47 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന് കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിയിരുന്നിരുന്നു. 47-ാമത്തെ വാക്യം പറയുന്നു, നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ആമേൻ, ആമേൻ. ഈ മനുഷ്യന് കണ്ണ് കാണത്തില്ല കേട്ടോ, ഈ മനുഷ്യന് കണ്ണ് കാണത്തില്ല, പക്ഷെ ഉള്ള കഴിവ് അവൻ്റെ ചെവിയിലാണ്. ആമേൻ, ഹല്ലേലൂയ. യേശു പോകുന്നതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ള കഴിവ് ഉപയോഗിച്ച് അവൻ ദൈവത്തെ കീഴ്പ്പെട്ടിച്ചു. ആമേൻ. എത്ര പേർക്ക് ദൂത് പിടികിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, പാസ്റ്റർ എനിക്ക് പാടാൻ അറിയത്തില്ല, പാടാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തേനെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ആയിരുന്നെങ്കിൽ ഞാൻ പുൾപിറ്റിൽ കയറി ദൂത് പറഞ്ഞേനെ. പക്ഷെ ഇന്ന് രാത്രികാലം ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറയുകയല്ല ഭർത്തിമായി ചെയ്തത്. അവന് കാഴ്ചയില്ല എന്നുള്ളൊരു സത്യം അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അവൻ ആ പരിമിതിയെ മറികടന്നതുകൊണ്ട് അവന്റെ ഉള്ള ശക്തി ഉപയോഗിച്ച് അവന്റെ വിടുതലിനെ കയറി പിടിച്ചു. ഓ രാത്രികാലം ആത്മാവിനെ ദൂത് വിളിച്ച് പറയുന്നു, അവൻ നിന്റെ ഉള്ള കഴിവ് എന്താണോ ഇന്ന് രാത്രികാലം അത് വ്യാപാരം ചെയ്യാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ ഓർത്ത് മാറി നിൽക്കാതെ ഉള്ളതുമായിട്ട് ദൈവസ്വനിലേക്ക് അടുത്തു ചെന്നാൽ ഇന്ന് രാത്രികാലം വിടുതൽ നീ പ്രാപിച്ചിരിക്കും.
അവന് കണ്ണ് കാണത്തില്ല, അവന് കണ്ണ് കാണത്തില്ല, യേശു പോകുന്നത് കണ്ടറിയത്തില്ല, പക്ഷെ അവന് കേൾക്കാൻ പറ്റും. ഇന്ന് രാത്രികാലം ഇല്ലാത്ത എന്തിനെയോ ഓർത്ത് ഭാരപ്പെട്ട് പരാതി പറയാതെ ഉള്ള ചില താലന്തുകളെ അവൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അവൻ നീ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. ആമേൻ. അവനാകെക്കാടെ ഉണ്ടായിരുന്നൊരു കഴിവെന്ന് പറയുന്നത് അവന് കാത് കേൾക്കാമായിരുന്നു. ആമേൻ. കാത് കേൾക്കാമായിരുന്നത് കൊണ്ട് അവൻ എന്നും കാതോർത്തിരുന്നു. അവൻ യേശു ഒരിക്കൽ വരും. ആമേൻ. യേശു ഒരിക്കൽ വരും. ആമേൻ. അവൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കണ്ണ് കാണത്തില്ലെന്നുള്ള വസ്തുതയുണ്ടെങ്കിലും അവന് കാത് കേൾക്കാം. അവൻ പ്രതീക്ഷിക്കുകയാണ്, ഒരു കാലച്ചയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. യേശുവിന്റെ കാലച്ചയ്ക്ക് വേണ്ടി ഉള്ള കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൻ കാത്തിരിക്കുകയാണ്. അവന്റെ മുമ്പിലേക്ക് അവൻ പ്രതീക്ഷിച്ച വിടുതലുമായിട്ട് വിടുതലിന്റെ നായകൻ കടന്നു വന്നു. ഇന്ന് രാത്രികാലം പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൈവത്തിന്റെ പൈതലെ, ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രിയിൽ അവൻ ഉള്ള കഴിവ് ഉപയോഗിച്ച, ഉള്ള സമയം ഉപയോഗിച്ച, ഉള്ള ആരോഗ്യം ഉപയോഗിച്ച, ഉള്ള സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കാതുകൾ കൂർപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി ഒരുപക്ഷെ നാളുകളായി കാത്തിരുന്ന നിന്റെ വിഷയത്തിന്റെ മറുപടിയുമായിട്ട് യേശു നിന്റെ അടുക്കലേക്ക് വരികയാണ്. ആമേൻ. യേശുവാണെന്ന് അവൻ കേട്ടപ്പോൾ അവൻ എന്തു ചെയ്തെന്നാ പറഞ്ഞത്? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. നമ്മുടെ കുറിവാക്യം ഓർമ്മയുണ്ടല്ലോ, ലൂക്കോസ് 18:7. അവൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കും. ഇവിടെ ഇതാ ഒരുത്തൻ നിലവിളിക്കുകയാണ്. അവൻ തിരുവെഴുത്ത് പറഞ്ഞ നിലവിളിച്ചു തുടങ്ങി. ആമേൻ. പലർക്കും തുടങ്ങാനാ മടി. ഓ ഹല്ലേലൂയ. ആരോടാ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ച് പറയുന്നത്? അവൻ ആരാധനയ്ക്കകത്ത് വരുമ്പോൾ, ചർച്ച വരുമ്പോൾ പാസ്റ്റർ പറയും എന്നും ബൈബിൾ വായിക്കണമെന്ന്. അവൻ ഒന്ന് തുടങ്ങാൻ പലർക്കും മടിയാ. ആമേൻ. ഹല്ലേലൂയ. നീ ഒന്ന് തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ദൈവം ഏറ്റെടുക്കും. നീ ഒന്ന് തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ, നീ ഒന്ന് കരമടിച്ച തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ മേലെ അഭിഷേകം പകരാൻ എൻ്റെ ദൈവം തയ്യാറാ. ഏറ്റെടുത്താമൻ പറയുന്നവർക്കായി സ്തോത്രം. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലായിരിക്കും, അറിയാൻ സത്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ ഒന്ന് പാവിരിക്കാൻ തുടങ്ങാൻ നീ തയ്യാറായ, നീ പ്രാർത്ഥിക്കുന്ന ഇടത്തോ അഭിഷേകം നിന്റെ മേൽ പകരാൻ എൻ്റെ ദൈവം തയ്യാറാ. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെയല്ല, ഈ ഉപവാസ ദിവസങ്ങൾ വെറുതെയല്ല. ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഉപവാസം ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ അകത്ത് വലിയൊരു ദൈവപ്രവൃത്തി ദേശത്തോ മൈലുകൾക്കപ്പുറത്ത് വിവിധ രാജ്യങ്ങളിൽ ദൈവം ചെയ്തെടുക്കാൻ മതിയായവനാണ്. തിരുവെഴുത്ത് പറയുന്നു, അവൻ നിലവിളിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നീ നിലവിളിച്ച് തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ അധിക നാൾ നിന്റെ നിലവിളി നീട്ടി എൻ്റെ ദൈവം കൊണ്ടുപോകത്തില്ല. അതിനൊരു ഫുൾ സ്റ്റോപ്പ് എൻ്റെ ദൈവം ഇടും. പലർക്കും തുടങ്ങാനാ താല്പര്യമില്ലാത്തത്, പലർക്കും തുടങ്ങാൻ മടിയാ. ഇന്ന് രാത്രികാലം ഒരു തീരുമാനം ഏറ്റെടുക്കാമോ? ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങും. ആമേൻ. ഞാൻ ആരാധിക്കാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ സഭാരാധന കടന്നു പോകാൻ തുടങ്ങും. മുടങ്ങിപ്പോയത് ചിലത് ഈ രാത്രികാലം ആത്മാവിൽ തുടങ്ങുന്നവർക്കായി സ്തോത്രം. തുടക്കാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെച്ചിരിക്കുന്ന ചില ഇരുളിന്റെ കെട്ടുകൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ നിലവിളിച്ചു തുടങ്ങിയെന്ന തിരുവെഴുത്ത് പറയുന്നത്. അവിടെ നിലവിളി എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ക്രോക്ക്, CROAK എന്ന് പറഞ്ഞ ക്രോക്ക് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പദമാണ്. ക്രോക്ക് എന്ന കരച്ചിൽ, 2 മൃഗങ്ങളാണ് ക്രോക്ക് എന്ന കരച്ചിലിൽ കരയുന്നത്. ഒന്ന് കാക്ക കുഞ്ഞുങ്ങൾ, 2 തവളകൾ. സങ്കീർത്തനങ്ങൾ 147:9 പറയുന്നത്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കും. ഭർത്തിമായി നിലവിളിച്ചു എന്ന് പറയുന്നതിൻ്റെ മൂലപദമായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ക്രാസോ എന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം
ക്രോക്ക്, CROAK, ക്രോക്ക് എന്ന രീതിയിൽ കരയുന്ന ഒരു പക്ഷിയാണ്, ഒരു മൃഗമാണ് കാക്കക്കുഞ്ഞുങ്ങൾ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. എന്താ കാക്കക്കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്നറിയാമോ? അതുങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആമേൻ, അത് ഭക്ഷണം കിട്ടാതെ കരച്ചിൽ അടക്കത്തില്ല. ആമേൻ. എത്ര പേർക്ക് ആത്മീയ ദൂത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഇനി ആരെല്ലാം ഒക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിച്ചാലും കാക്കക്കുഞ്ഞുങ്ങൾ വിശന്ന് കരയാൻ തുടങ്ങിക്കഴിഞ്ഞ പാസ്റ്ററെ, ആമേൻ, അകത്ത് എന്തെങ്കിലും ചെല്ലാതെ ഇതുങ്ങൾ അടങ്ങത്തില്ല. ഓ ഭർത്തിമായി കാക്കക്കുഞ്ഞ് നിലവിളിക്കുന്നത് പോലെ നിലവിളിക്കുക. എന്താ ഭർത്തിമായി? അവൻ പറയുന്നത്, എന്റെ വിഷയത്തിന്റെ അകത്ത് ഒരു മറുപടി ലഭിക്കാതെ ഞാൻ കരച്ചിൽ നിർത്തത്തില്ലെന്ന് അവൻ പറയുന്നത്. അവൻ ഇന്ന് രാത്രികാലം ചിലത് വാശിയോടെ കരയുന്നുണ്ട്. അവൻ ചിലത് വാശിയോടെ ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുന്നുണ്ട്. അവൻ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുന്നു, ഈ രാത്രി നീ മുഴങ്കാലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ മറുപടിയായിട്ട് നീ എഴുന്നേൽക്കത്തുള്ളൂ. അവൻ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ കാക്കക്കുഞ്ഞിനെ പോലെ ഭക്ഷണം കിട്ടാതെ അവൻ അടങ്ങത്തില്ല, ശബ്ദം അടക്കത്തില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ച് കരയുന്ന ചില കാക്കക്കുഞ്ഞുങ്ങളെ പോലെ കരയുന്ന ദൈവസ്ഥനിൽ കരയുന്ന ചില ആത്മാക്കൾ ഈ രാത്രികാലം അവർക്ക് അതതിന്റെ ആഹാരത്തെ നൽകുന്ന ഒരു ദൈവമുണ്ട്. ചൂടാകാമാനാറാബലാബ. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മേലൊരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ കർത്താവ് പകരുകയാണ് ഈ ഉപവാസ ദിവസങ്ങളിൽ. അവൻ ചിലതിന് വേണ്ടി, ചിലതിൻ്റെ മേൽ ദൈവത്തിന് പ്രാർത്ഥനയുടെ അഭിഷേകം. ആ പ്രാർത്ഥനയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത, അവൻ കാക്കക്കുഞ്ഞുങ്ങളെ പോലെ അവൻ മറുപടി ലഭിക്കാതെ ഞാൻ കരച്ചിൽ നിർത്തുകയില്ല എന്ന് പറഞ്ഞാൽ, മറുപടി ലഭിക്കാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തുകയില്ല. അത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം, അല്ല 2 ദിവസമായിരിക്കാം, അല്ല 21 തീരുന്ന അവസാന നിമിഷമായി, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ ദൈവം എനിക്കൊരു മറുപടി തരാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തുകയില്ല എന്ന് പറഞ്ഞ കാക്ക കുഞ്ഞുങ്ങളെ പോലെ ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ രാത്രിയാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. ഭർത്തിമായി നിലവിളിക്കുകയാ. അവന്റെ നിലവിളിയുടെ പ്രത്യേകത, കാക്കക്കുഞ്ഞുങ്ങൾ ആഹാരത്തിനായി കരയുന്നത് പോലെയുള്ള നിലവിളിയാ. അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം അമ്മക്കാക്ക കൊടുക്കുന്നു എന്നല്ല, സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു. ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ നിന്റെ കൂടപ്പിറപ്പുകളില്ലെങ്കിലും, നിന്റെ പെറ്റമ്മയും നിന്റെ അപ്പനും ഇല്ലെങ്കിലും, ഇന്ന് രാത്രികാലം കാക്കക്കുഞ്ഞിനെ പോലെ കരയുന്ന നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അതതിന്റെ ആഹാരത്തെ തരുന്ന ഒരു സ്വർഗീയ പിതാവ് ഈ രാത്രികാലം നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നു. ഈ ഉപവാസത്തിന്റെ 4ാം രാത്രിയിൽ കരമടിച്ച് സ്വീകരിച്ചാട്ട, കരമടിച്ച് ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചാട്ട. ആമേൻ, 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 ആമേൻ. യേശുവാണെന്ന് കേട്ടപ്പോൾ യേശുവാണ് നടന്നു പോകുന്നത് എന്ന് കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും കേട്ടപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി. അവൻ ഇന്ന് രാത്രികാലം ഈ സൂം മീറ്റിംഗിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് കേട്ടോ, ഇതിൻ്റെ അകത്ത് അവൻ വന്നവരുണ്ടോ എങ്കിൽ ഇന്ന് രാത്രികാലം അവൻ നിന്റെ ജീവിതത്തിൽ അവൻ മറുപടിയുടെ രാത്രിയാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. അപ്പോൾ ഇവൻ കരയുന്ന ഒരു അവൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകത, അത് ക്രോക്ക് എന്ന കാക്കക്കുഞ്ഞിൻ്റെ കരച്ചിലിനെ പോലെയാണ്. രണ്ടാമത് ക്രോക്ക് എന്ന രീതിയിൽ കരയുന്ന മറ്റൊരു മൃഗം ഏതാണെന്നറിയാമോ? അത് തവളയാണ്. ആമേൻ. ഈ തവളകൾ കരയുന്നത് 2 കാരണത്തിന് വേണ്ടിയാണ് തവളകൾ കരയുന്നത്. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഈ തവള തൻ്റെ ഇണയെ ആകർഷിക്കാനായിട്ടാണ് ഈ കരയുന്നത്. ആമേൻ. ഒരു തവള ഒരു ഇടത്തിരുന്ന് കരയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇണ അതിൻ്റെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തവള കരയുന്നത്. ആത്മീയർത്ഥം ഞാൻ പറയാം.
ബർത്തിമായി ആമേൻ നിലവിളിച്ച് തവള കരയുന്നത് പോലെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മമണാളനായ യേശു അതുവഴി നടന്നു പോകുമ്പോൾ അവൻ്റെ നിലവിളി യേശുവിനെ അവങ്കലേക്ക് ആകർഷിക്കുകയായിരുന്നു. എത്ര പേർക്ക് ആത്മീയ ദൂത് മനസ്സിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ നിലവിളി ആമേൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിന്നിലേക്ക് ആകർഷിക്കുകയാണ്. ആമേൻ, 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 ഹല്ലേലൂയ. ആത്മമണാളനായ യേശുവിനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന അവൻ ചില പ്രാർത്ഥനകളുടെ നിലവിളികൾ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഉയരട്ടെ. ആമേൻ, 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 ഹല്ലേലൂയ. അവൻ നിലവിളിക്കാൻ തുടങ്ങി. യേശു എന്ന മണവാളൻ അതുവഴി പോകുമ്പോൾ അവൻ തവള തൻ്റെ ഇണയെ ആകർഷിക്കുന്നത് പോലെ ഇവനും യേശു എന്ന അരുമ മണവാളനെ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് അവൻ നിലവിളിക്കുകയാ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. ഇനി തവള കരയുന്ന രണ്ടാമത്തെ റീസൺ എന്തിനാണെന്നറിയാമോ? ഈ തവള കരയുമ്പോൾ ഈ തവളയുടെ കരച്ചിൽ ചെന്നെത്തുന്ന പരിധി വരെ ആ തവളയുടെ ബൗണ്ടറിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കരച്ചിൽ ചെന്നെത്തുന്ന പരിധി വരെ അതിൻ്റെ അതിരാണ്. മറ്റൊരു തവളയ്ക്ക് ഈ പരിസരത്തിലേക്ക് കടന്നു കയറാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു തവള ഒരു വയലിൽ ഇരുന്ന് കരയുമ്പോൾ ആ ശബ്ദ പരിധി എത്തുന്ന റീജിയൻ മൊത്തം ഈ തവളയുടെ അതിരാണ്. മറ്റൊരു തവളയ്ക്ക് അവിടെ കയറാൻ കഴിയത്തില്ല. ആത്മീയ അർത്ഥം ഞാൻ പറയാം. ഇന്ന് രാത്രികാലം മുഴങ്കാലിൽ മടങ്ങിയിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തവളയെപ്പോലെ നീ നിലവിളിച്ച് കരയുമ്പോൾ ആത്മമണ്ഡലത്തിൽ നീ നിന്റെ അതിരുകൾ നീ മാർക്ക് ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്തൊരു മുറിക്കകത്തിരുന്ന് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശബ്ദങ്ങൾ എത്തുന്ന ഇടം വരെ നിന്റെ വീടിന് ചുറ്റും നിന്റെ പ്രാർത്ഥന ഒരു വലയമായി ആത്മമണ്ഡലങ്ങൾ നിന്റെ അകത്തേക്ക് കയറാതെ വണ്ണം, അനർത്ഥം നിന്റെ ഭവനത്തിൻ്റെ അകത്തേക്ക് കയറാതെ വണ്ണം ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിനക്കൊരു വേലിയായി തീരുകയാണ്. ആമേൻ, 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 ആമേൻ. രാത്രികാലം ഹല്ലേലൂയ, ദൈവം ഒരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളെങ്കിലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവം ഇന്ന് രാത്രി നീ നിലവിളിക്കുമ്പോൾ, നീ നിലവിളിച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ, നീ അറിയുന്നില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ നിന്റെ പ്രാർത്ഥന നിന്റെ ഭവനത്തിനു ചുറ്റും, നിന്റെ കുടുംബത്തിനു ചുറ്റും, നിന്റെ തലമുറയ്ക്ക് ചുറ്റും, നിന്റെ സഭയ്ക്ക് ചുറ്റും, നിന്റെ ഭവനത്തിനു ചുറ്റും, നിന്റെ ആരോഗ്യത്തിനു ചുറ്റും, നിന്റെ ശുശ്രൂഷയ്ക്ക് ചുറ്റും ഒരു വേലി കെട്ടി തീർക്കുകയാണ്. ഇനി ഒരു ദുരാത്ത ശക്തികൾക്കും ആ വേലി പൊളിച്ചു അവൻ നിന്റെ അതിര് കടന്ന് ഭേദിച്ചകത്തു വന്ന് നിനക്കൊരു അനർത്ഥം ഭവിപ്പിക്കുവാൻ കഴിയുകയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പം രണ്ട് രീതിയിലാണ് അവൻ ബർത്തിമായുടെ നിലവിളിയെക്കുറിച്ച് നാം പഠിച്ചത്. ഒന്ന്, അവൻ കാക്കക്കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞു. രണ്ട്, അവൻ തവള കരയുന്നത് പോലെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തു സംഭവിച്ചു? 48 വാക്യമായപ്പോൾ മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ആമേൻ. ഈ തവളയുടെ കരച്ചിലും കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ഭയങ്കര അരോചകമാണ്. ആമേൻ. ഇവനെ മിണ്ടാതിരിക്കാനായിട്ട് പലരും ശാസിച്ചു. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത്, അവൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അവൻ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആമേൻ, ബർത്തിമായുടെ ബുദ്ധിമുട്ട് ബർത്തിമായിക്ക് മാത്രമേ അറിയാവൂ. ആമേൻ, ആമേൻ. കാഴ്ചക്കാർക്ക് ബർത്തിമായുടെ ബുദ്ധിമുട്ട് അറിയത്തില്ല. ആമേൻ. കൂടെ നടക്കുന്നവർക്ക് ബർത്തിമായുടെ ബുദ്ധിമുട്ട് അറിയത്തില്ല. ബർത്തിമായിക്ക് അറിയാം തനിക്കൊരു വിടുതൽ വേണമെങ്കിൽ താൻ തന്നെ നിലവിളിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നിലവിളിയെ അവൻ
അവൻ മൗനമാക്കാനായിട്ട് ചുറ്റുപാടുമുള്ളവർ ശ്രമിച്ചപ്പോൾ അവൻ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചു. ആത്മീയ ദൂത് ഞാൻ വിളിച്ച് പറയാം, ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ കയ്യടിയൊന്നും എല്ലാവർക്കും ഒന്നും സുഖിക്കത്തില്ല. അത് പലർക്കും അരോചകമായി തോന്നാം. ഒരുപക്ഷെ നിന്റെ ഭവനത്തിന്റെ അകത്ത് തൊട്ടപ്പുറത്തെ മുറിയിലുള്ളവർ പോലും നിന്നെ നോക്കി പറയും മിണ്ടാതിരിക്കാൻ. പക്ഷെ ഇന്ന് രാത്രികാലം വിടുതൽ വ്യക്തിപരമായി നിന്റെ ആവശ്യമായതുകൊണ്ട് അവൻ നീ ഇന്ന് രാത്രികാലം അവൻ കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കണം. അവൻ പല ബാഹ്യ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ആരാധന പ്രാർത്ഥന ജീവിതത്തിന് എതിരെ അഞ്ഞടിക്കുമ്പോൾ, മൗനതയിലേക്ക് പോകുമ്പോൾ ഇത് അഭർത്യമായി പറയുന്നു, അല്ല എനിക്ക് ഈ സമയത്ത് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം എന്റെ ബുദ്ധിമുട്ട്, എന്റെ ആവശ്യം, എന്റെ വിടുതൽ അതെനിക്ക് വ്യക്തിപരമാ. അവൻ ആരോട് ആത്മാവ് ദൂത് പറയുന്നത് എനിക്കറിയത്തില്ല. അവൻ അമ്മാച്ചൻ പറഞ്ഞതിൻ്റെ പേരിലും ഉപ്പാപ്പൻ പറഞ്ഞതിൻ്റെ പേരിലും കെട്ടിയോൻ പറഞ്ഞതിൻ്റെ പേരിലും മക്കൾ പറഞ്ഞതിൻ്റെ പേരിലും ആരാധന മുടക്കുന്ന, പ്രാർത്ഥന മുടക്കുന്ന, ആത്മീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ആരെങ്കിലും ഈ രാത്രികാലം എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവ് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ സമ്മർദ്ദം ചെലുത്തി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നീ കൂടുതൽ ആത്മാവിൽ ജ്വലിക്കേണ്ടത് ആവശ്യമാണ്. ഹർബാന ചൂടാലാകാത റബാനിയ ധുറകാല റബൽഖമാനിയ ദൽഖമനഘടകസ്യ. ഈ രാത്രികാലം ചിലതിനെ ബാഹ്യ സമ്മർദ്ദം കൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒതുക്കിക്കളയാനായിട്ട് ചില ശക്തികൾ ഈ രാത്രികാലം ശ്രമിക്കുമ്പോൾ ഭർത്യമായി അവൻ അത്യുച്ചത്തിൽ മുമ്പ് നിലവിളിച്ചതിനപ്പുറം ശക്തിയോടെ നിലവിളിച്ചതുപോലെ കഴിഞ്ഞ രാത്രി നീ പ്രാർത്ഥിച്ചതിനധികം സമയം പ്രാർത്ഥിക്കാൻ, കഴിഞ്ഞ രാത്രി നീ വചനം ധ്യാനിച്ചതിനധികം വചനം ധ്യാനിപ്പാൻ, കഴിഞ്ഞ നാളുകൾ നീ സഭാരാധനയിൽ ചെലവഴിച്ച സമയത്തിലധികം ചെലവഴിക്കാൻ ഈ രാത്രികാലം നീ തയ്യാറെങ്കിൽ നിന്നെ ഈ രാത്രികാലം ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ലാബാറാഗാനാബ. ദൈവം ഒരാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനെങ്കിലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവം. ആമേൻ. ഇവനങ്ങ് കിടന്ന് നിലവിളിക്കുകയാണ്. അവനങ്ങ് കിടന്ന് നിലവിളിക്കുകയാണ്. അവൻ്റെ നിലവിളി കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആമേൻ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ ആവർത്തിക്കാൻ പറയുന്നു. അപ്പം നിന്റെ ആത്മീയ ജീവിതം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നീ വില കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. അവൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബാഹ്യ സമ്മർദ്ദങ്ങളും ഭീഷണികളും കണ്ട് മടങ്ങല്ലേ. നിന്റെ പ്രാർത്ഥന കുറയ്ക്കല്ലേ, നിന്റെ ആരാധന കുറയ്ക്കല്ലേ. മുമ്പുണ്ടായിരുന്നതിലും അധികം നീ ആരാധിക്കാൻ തയ്യാറായിക്കോ, മുമ്പ് പ്രാർത്ഥിച്ചതിലും അധികം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. അവൻ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിലും നിന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ആരാധന ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അവൻ കണ്ണുനീർ അവൻ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ശിഷ്യന്മാരടക്കം പറഞ്ഞു മിണ്ടാതിരിക്കാൻ, അതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒപ്പം ഒരു പുരുഷാരം പോവുകയാണ്. ആ കൂട്ടത്തിൽ മെജോറിറ്റി ശിഷ്യന്മാരാണ്. 12 ശിഷ്യന്മാരും ഉണ്ട്. അവരടക്കം പറയുകയാണ് മിണ്ടാതിരിക്കാൻ. സത്യത്തിൽ അവർ വേണമായിരുന്നു മുൻകൈ എടുക്കാൻ, ഇവൻ്റെ കാര്യം ഒന്ന് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ടാണ്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം എന്നറിയാമോ? മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴേക്ക് കർത്താവ് പരസ്യ ശുശ്രൂഷ എല്ലാം അവസാനിപ്പിച്ചു. കർത്താവ് ഇനി യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലണം, പെസഹ ആചരിക്കണം, പെസഹ ആചരിച്ചതിന് ശേഷം ക്രൂശിക്കപ്പെടണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്. പരസ്യ ശുശ്രൂഷയുടെ ബുക്ക് എല്ലാം കർത്താവ് അടച്ചു വെച്ചു. ഇനി പബ്ലിക് മിനിസ്ട്രി കർത്താവിനില്ല. കർത്താവ് അങ്ങനെ തിരക്കിട്ട് പോവുകയാണെന്ന് ശിഷ്യന്മാർക്ക് കാര്യം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നു, ബർത്തിമായി നിന്റെ കേസ് എടുക്കാൻ സാധ്യതയില്ല. കാര്യം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സീസൺ കഴിഞ്ഞു. നീ കാനാവിലെ സീസണിലാണ് നിലവിളിച്ചതെങ്കിൽ ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നേനെ. നീ ബെതസ്തയുടെ സീസണിലാണ് കരഞ്ഞതെങ്കിൽ നിനക്ക് ചിലപ്പോൾ മറുപടി കിട്ടിയേനെ.
അവൻ അല്ല, നീ ലാസറിനെ ഉയർപ്പിക്കുന്ന ബഥാന്യയുടെ സീസണിലായിരുന്നു നീ നിലവിളിച്ചതെങ്കിൽ ഭർത്തിമായി നിന്റെ കേസ് എടുത്തേനെ. പക്ഷെ സോറി ഭർത്തിനുമായി, കർത്താവിൻ്റെ പ്രോഗ്രാം ചാർട്ടിൽ നിന്റെ കേസ് എടുക്കാനായിട്ട് കർത്താവിന് ടൈമില്ല. ശുശ്രൂഷകൾ അവസാനിച്ചു. ആമേൻ. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ കർത്താവ് ശിഷ്യന്മാരും അടുത്ത നിയോഗത്തിലേക്ക് പരസ്യ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് പെസഹാചരിക്കാനുള്ള ക്രൂശ് മരണത്തിൻ്റെ നിയോഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക ഇവൻ കയറി നിലവിളിക്കുന്നതും. പ്രോട്ടോക്കോൾ അനുസരിച്ച് കർത്താവിന് നിൽക്കാൻ പാടില്ല. കാര്യം നിയോഗം മറ്റൊരു തലത്തിലേക്ക് കയറിക്കഴിഞ്ഞു. പക്ഷെ ഇവന്റെ നിലവിളിയുടെ മുമ്പിൽ 49ാമത്തെ വാക്യം പറയുന്നു, യേശു നിന്നു. ആമേൻ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. അവൻ നിന്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയി. നിനക്കുള്ള വിടുതലിൻ്റെ സീസൺ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ഉപവാസത്തിലായിരുന്നെങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ അകത്തൊരു മറുപടി ഉണ്ടാകെ എന്ന് പറയുന്ന ചില വാക്കുകൾ നീ ഈ രാത്രികാലം കേട്ടിട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നതെങ്കിൽ നിന്റെ നിലവിളിയിൽ നിന്റെ കേസ് കൂടെ ഈ രാത്രികാലം അഡ്രസ് ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവൻ. അവൻ ശിഷ്യന്മാർ പറയുന്നത്, വ്യർത്ഥമായി മിണ്ടാതിരിക്കട, നിന്റെ കേസ് എടുക്കാൻ പോകുന്നില്ല. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സീസൺ കഴിഞ്ഞു. ആ ബുക്ക് അടച്ചു വെച്ചു. ഇനി നിന്റെ കേസ് എടുക്കത്തില്ല. പക്ഷെ അവന്റെ നിലവിളിയിൽ കർത്താവ് തന്റെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് കർത്താവ് തന്റെ ചാർട്ടിലേക്ക് ഒരു കേസും കൂടി എഴുതി ചേർത്തു, ഭർത്തിമായുടെ കേസ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. അവൻ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ, ചില സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവൻ ആരെങ്കിലും ഈ രാത്രികാലം ദുഃഖിക്കുന്നുണ്ടോ? അവൻ കഴിഞ്ഞ ആണ്ടിലായിരുന്നെങ്കിൽ, അല്ല കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമായിരുന്നു. എൻ്റെ ചാൻസ് കഴിഞ്ഞു പോയി, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എൻ്റെ പഠിപ്പിന്റെ കാലാവധി കഴിഞ്ഞു പോയി എന്നോർത്ത് ഈ രാത്രിക്കാലം ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ രാത്രി നിന്റെ നിലവിളിയിൽ നിന്റെ കേസ് ഒന്ന് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാ. ആമേൻ, ആമേൻ, ആമേൻ. യേശു നിന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ശിഷ്യന്മാരടക്കം ഞെട്ടിപ്പോയി കാണണം. ശിഷ്യന്മാരടക്കം ഞെട്ടിപ്പോയി കാണണം. കാര്യം യേശുവിൻ്റെ പ്രോഗ്രാം ചാർട്ടിൽ ഇങ്ങനെയൊരു ശുശ്രൂഷയില്ല. അവൻ എല്ലാ ശുശ്രൂഷകളും അവസാനിച്ചതാ. അടുത്ത ക്രൂശ് മരണത്തിന് വേണ്ടിയുള്ള പോക്ക. അവൻ ഒലിവ് ചില്ലകളൊക്കെ വെട്ടി റെഡിയാക്കി അനേകർ അവിടെ കാത്തിരിക്കുക. ഹോശന്ന പാടാനായിട്ട് കൊയർ ടീമിനെയൊക്കെ സെറ്റപ്പ് ആക്കിയിരിക്കുക. എത്രയും പെട്ടെന്ന് യെരുശലേമിലേക്ക് എത്തണം. അതിൻ്റെ നടുവിൽ ഭർത്തിമായി എന്നല്ല, ആരുടെയും കേസെടുക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരുവന്റെ നിലവിളിയുടെ മുമ്പിൽ അവൻ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട്, തന്റെ പദ്ധതികൾ ലംഘിച്ച ഒരല്പസമയം പോസ് ചെയ്ത് ഒരുത്തന്റെ കേസെടുത്ത് അഡ്രസ് ചെയ്തെങ്കിൽ ഇന്ന് രാത്രിക്കാലം സമയം കഴിഞ്ഞുപോയി. 2024 ഡിസംബർ മാസം 4-ാം തീയതി രാത്രി ആയല്ലോ. ഇനി എനിക്ക് ചാൻസ് ഉണ്ടോ? എന്റെ വാക്തത്വത്തിന്റെ സമയം കഴിഞ്ഞോ എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ രാത്രികാലം എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ നിലവിളിയിൽ ആമേൻ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നു. കർത്താവ് പറഞ്ഞു അവനെ എൻ്റെ അടുക്കലേക്ക് വിളിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ എത്തി. പ്രൈസ് ദി ലോർഡ്. 47-ാം വാക്യത്തിൽ നിലവിളിച്ചു തുടങ്ങിയവൻ 50-ാം വാക്യമായപ്പോൾ യേശുവിൻ്റെ അടുക്കലെത്തി. യേശുവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. യേശു അങ്ങോട്ട് ചോദിച്ചു, മോനെ നീ എന്തിച്ഛിക്കുന്നു എന്നോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ആവശ്യം എന്താണ് മോനെ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അവൻ പറഞ്ഞില്ല കർത്താവെ എനിക്ക് കാഴ്ച ലഭിക്കണമെന്നൊന്നും പറഞ്ഞില്ല. അവൻ ചെന്ന് അങ്ങോട്ട് നിന്നതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എന്നതാടാ വേണ്ട മോനെ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരല്പസമയം നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി മുഴങ്കാലിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരല്പസമയം ചെലവഴിക്കാൻ നീ റെഡിയാണെങ്കിൽ അവൻ കർത്താവ് നിന്റെ അടുക്ക വന്ന് ചോദിക്കും, മോനെ മോളെ നീ എന്തിച്ഛിക്കുന്നു എന്ന്. ആമേൻ. അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്നത് അവൻ യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്.
അവനവൻ്റെ പുതപ്പിട്ട് ചാടി എഴുന്നേറ്റു. ഈ ചാടി എഴുന്നേറ്റപ്പോൾ പലരും അവനോട് പറഞ്ഞെടാ, നിൻ്റെ പുതപ്പിട്ട് ചാടി എഴുന്നേക്കരുത്. അവൻ ഈ പുതപ്പാണ് നിനക്ക് സംരക്ഷണം തന്നത്, ഈ പുതപ്പാണ് നിൻ്റെ ഐഡൻറ്റിറ്റി, ഈ പുതപ്പാണ് നിനക്ക് എല്ലാം. ഇതും കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ആരാണ്ട് വിളിച്ചു എന്ന് പറഞ്ഞ് പോകരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ്റെ ഉള്ളതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, അവൻ യെരിഹോവിൻ്റെ തെരുവിലിരുന്നവൻ യെരുശലേമിലേക്ക് ചെന്നെത്തി. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ പറഞ്ഞത് ബർത്തിമായി ഈ യെരിഹോ തെരുവിലിരുന്ന് മരിക്കുമെന്ന്. നാട്ടുകാർ പറഞ്ഞു ബർത്തിമായിക്ക് യെരിഹോ തെരുവ് വിട്ടൊരു ഭാവിയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ യെരിഹോ വിട്ട് അവൻ യെരുശലേമിലേക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ, ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, നിൻ്റെ അഡ്രസ്സിനെ മാറ്റുന്നൊരു ദൈവമുണ്ട്, നിൻ്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവൻ ലോകക്കാരും നാട്ടുകാരും നിൻ്റെ അവസ്ഥ കണ്ട് പറയുമായിരിക്കും, ഇത് വിട്ട്, ഈ പരിധി വിട്ട്, ഈ സാഹചര്യം വിട്ട് നിനക്ക് വലിയ ഭാവിയൊന്നുമില്ല എന്ന്. എന്നാൽ അവൻ നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിൻ്റെ സ്ഥിതിയെ മാറ്റി യെരിഹോ എന്ന ശാപത്തിൽ നിന്നും യെരുശലേം എന്ന ദൈവ സാന്നിധ്യം ചലിക്കുന്ന ഇടത്തേക്ക് നിനക്കൊരു മാറ്റം തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഇന്ന് രാത്രികാലം ചില കുടുംബങ്ങളുടെ അകത്ത് യെരിഹോ പോലെ അവൻ ഭാവിയില്ലാതെ വണ്ണം, അവൻ ഉയർച്ചയില്ലാതെ വണ്ണം മുരടിച്ചു കിടക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്ത് ആ യെരിഹോവിനെ യെരുശലേമാക്കി മാറ്റുന്ന ആമൻ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും. നീ നിലവിളിക്കാൻ തയ്യാറാകണം. നിന്റെ പദവി മറന്ന് നീ നിലവിളിക്കാൻ തയ്യാറാകണം. നിന്റെ പദവി മറന്ന് നീ അവൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അവൻ ദാവീദ് ബലം അവൻ പോകാറാകുവോളം നിലവിളിച്ചതുപോലെ, ഹിസ്കിയാവ് ചവരിനോട് മുഖം തിരിച്ച് നിലവിളിച്ചതുപോലെ, ഇന്ന് രാത്രികാലം നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ യെരിഹോ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളെ യെരുശലേം പോലെയാക്കി മാറ്റുവാൻ ഈ ദൈവം മതിയായവനാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് അവരെ വിടുവിക്കുന്ന ദൈവം. ആമേൻ. ഒരിക്കൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് യാത്ര തിരിച്ചപ്പോൾ തിരുവെഴുത്ത് പറയുന്നത്, അവർ പോകുന്ന വഴിയിൽ അവരുടെ പടകിന് നേരെ ഒരു കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് ഒരു വാക്യമുണ്ട്. ഹാലൂയ. അവർ പറയുന്നത്, കർത്താവേ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവരും നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്രതീക്ഷിതമായി അടിക്കുന്ന പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മളും ചോദിക്കും, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് അതിൻ്റെ പശ്ചാത്തലം? നമുക്ക് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട്. അന്നത്തെ സന്ധ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ സന്ധ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ദിവസമാണ് യേശു മർക്കോസ് സുവിശേഷം 4:3 മുതൽ 20 വരെ ദൈവവചനത്തെക്കുറിച്ചും 4:21 മുതൽ 34 വരെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ച ദിവസമാണ്. ഈ പ്രസംഗങ്ങളെല്ലാം പ്രസംഗിച്ച് അന്ന് സന്ധ്യ ആയപ്പോഴാണ് കർത്താവ് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. ആമേൻ. ഒരു ദൂത് ഞാൻ പറയാം. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമുള്ള ദൂത് കേട്ടവന് ആ കരയെ പിന്നെ തുടരാൻ പറ്റത്തില്ല. അവന് അക്കരയ്ക്കൊരു യാത്രയുണ്ട്. ആമേൻ. അവർക്ക് അക്കരയ്ക്കൊരു യാത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ദൂത് കേട്ട ദൈവ പൈതലേ, ആമേൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൂത് കേട്ട ദൈവ പൈതലേ, ആമേൻ, നിനക്ക് ആ കരയിൽ തുടരാൻ അനുവാദമില്ല. നിനക്ക് അക്കരയ്ക്ക് പോയേ ഒക്കത്തുള്ളൂ. ആമേൻ. ദൈവവചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ യേശു പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നു നമുക്കിനി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ പടകിൽ കയറി. പടക് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് പടകിൽ നേരെ ആഞ്ഞടിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ചുഴലിക്കാറ്റ് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. ഈ യേശു കൂടെ ഉള്ളത് കൊണ്ടാണ് വലിയ ചുഴലിക്കാറ്റുള്ളത്. ആമേൻ.
ഈ യേശു കൂടെ ഉണ്ടെങ്കിൽ ചെറിയ ചുഴലിക്കാറ്റിന് വലിയ കാര്യമൊന്നും ചെയ്യാൻ കഴിയത്തില്ല, വലിയ നാശമൊന്നും അവൻ ഏൽപ്പിക്കാൻ കഴിയത്തില്ല. ഈ ചില ചോദിക്കും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് അറിയത്തില്ല പാസ്റ്റർ, അങ്ങ് വല്ലാത്ത പ്രശ്നങ്ങളാണ്, വല്ലാത്ത പ്രതികൂലമാണ്, വലിയ പ്രതിസന്ധികളാണ്. ഈ വലുതടിക്കുന്നെങ്കിൽ ഓർത്തോ യേശു നിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. അവൻ വലിയ പ്രതിസന്ധി നീ നേരിടുന്നെങ്കിൽ ഓർത്തോ നീ യേശുവിൻ്റെ ഒപ്പമായതുകൊണ്ടാണ് ശത്രു നിന്നെ നോട്ടമിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ തിരമാലയെല്ലാം കൂടെ അടിച്ച് പടകിലേക്ക് ആമേൻ കയറാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരാകൂടെ ഭയന്ന് അവർ പറയുകയാണ്, കർത്താവേ, അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വിചാരമില്ലയോ എന്ന് അവരും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിലവിളിച്ചു എന്ന് വേണേൽ പറയാം. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വിചാരമില്ലയോ എന്ന അവരുടെ ചോദ്യത്തിൻ്റെ അകത്ത് 3 ഉപചോദ്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. 3 ഉപചോദ്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ച് കേട്ടവരാ ഞങ്ങൾ, എന്നിട്ട് ഞങ്ങളുടെ പടകിന് നേരെ ആഞ്ഞടിച്ചില്ലേ? രണ്ടാമത്തെ ഉപചോദ്യം, ഞങ്ങളെപ്പോലെ തന്നെ 10,000 പേര് ഈ വചനം കേട്ടതാ, പക്ഷേ അത്രയും പേര് വീട്ടിലോട്ട് പോയി, ഞങ്ങൾ 12 പേര് മാത്രമേ നിൻ്റെ ഒപ്പം പോരുന്നുള്ളൂ, എന്നിട്ട് ഞങ്ങൾക്കിതടിച്ചില്ലേ? മൂന്നാമത്തെ ഉപചോദ്യം, കർത്താവേ, ഞങ്ങളല്ല പറഞ്ഞത് അക്കരയ്ക്ക് പോകാൻ, നീയാണ് പറഞ്ഞത് അക്കരയ്ക്ക് പോകാൻ. അപ്പം ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന ആ ചോദ്യത്തിൻ്റെ അകത്ത് 3 ഉപചോദ്യങ്ങളുണ്ട്. നമ്മളും പലപ്പോഴും ചോദിക്കുകയാണ്, കർത്താവേ, നീയാണ് എന്നെ തിരഞ്ഞെടുത്തത്, നിന്റെ വചനം കേട്ടിട്ടാണ് ഞാൻ നിന്റെ പുറകെ വന്നത്, എന്നോടൊപ്പം വചനം കേട്ട അനേകർ പിന്മാറിപ്പോയി, അവരെല്ലാം ഇപ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങുന്നു, പക്ഷേ നിന്റെ പുറകെ വന്ന, നീ കൽപ്പിച്ചു വന്ന, നിന്റെ വചനം അനുഷ്ഠിച്ച് നിന്റെ പുറകെ പോന്ന എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ ഈ തിരമാല, പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. രാത്രികാലം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടാകാം. ദൈവമില്ലാതെ, ദേവനില്ലാതെ, അവൻ സത്യദൈവത്തെ ആരാധിക്കാത്ത പലരും സുഖമായി കിടന്നുറങ്ങുമ്പോൾ അവൻ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ നിത്യതയാകുന്ന അക്കരയ്ക്ക് പോകുവാനായിട്ട് അങ്ങയോടൊപ്പം പടകിൽ യാത്ര ചെയ്ത എൻ്റെ പടകിന് എന്തേ കർത്താവേ അവൻ ഈ പ്രതികൂലത്തിൻ്റെ കാറ്റിൻ്റെ അനുഭവം എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം അവൻ ഇതിൻ്റെ അകത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ വിളിച്ചുണർത്തുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചത് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് ഉറങ്ങുമ്പോഴാണ് അടിച്ചത്. ഈ നിങ്ങൾ യാത്ര പോകുമല്ലോ, നിങ്ങൾ നാട്ടിലൊക്കെ കാറിൽ പോയി ദീർഘദൂരമൊക്കെ യാത്ര പോകുമല്ലോ, 10, 200, 300 കിലോമീറ്റർ യാത്ര പോകുമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ വണ്ടിക്കകത്തൊരു ഡ്രൈവറും ഉണ്ട്, നിങ്ങളും ഉണ്ട്, നിങ്ങൾ ദൂരെ യാത്ര പോവുകയാണ്. അപ്പം നിങ്ങളും ഡ്രൈവറും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല, അല്ലേ? അതേസമയം ഡ്രൈവർ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ കഴിയുമ്പോൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും, അല്ലേ? യേശു ഈ പടകിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിൻ്റെ അർത്ഥം ഇവർ യേശുവിനോട് സംസാരിക്കാനൊന്നും നിന്നില്ല. യേശുവിനോട് സംസാരിക്കാൻ നിൽക്കാഞ്ഞ തക്കത്തിൽ യേശു ഉറങ്ങി, ആ തക്കത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുകയും ചെയ്തു. ആത്മീയ അർത്ഥം ഞാൻ ഇത്രയും പറയാം. യേശുവുമായിട്ടുള്ള യാത്രയിൽ യേശുവുമായിട്ടുള്ള സംഭാഷണം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതികൂലത്തിൻ്റെ കാറ്റ് അവസരം നോക്കി നിനക്കെതിരെ അടിക്കും. എത്രയൊക്കെ ദൂത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പലരും യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷെ യേശുവുമായിട്ട് സംഭാഷണമില്ല, യേശുവുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല, യേശുവുമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് യേശു മൗനമായി കിടക്കുകയാണ്. ഇന്ന് രാത്രികാലം യേശുവിനെ മൗനമായി വിടരുത്. അവനുമായിട്ട് സംസാരിച്ച് ഒരാത്മബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റും അവൻ നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി രസകരമായ ഒരു കാര്യം അവിടെ പറയുന്നത്, യേശു എങ്ങനെ കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്? തലയണ വെച്ച് കിടന്നുറങ്ങി. ഞാൻ എത്ര ചിന്തിച്ചിട്ടും പാസ്റ്റർ എനിക്ക് കാര്യം പിടികിട്ടുന്നില്ല. നിങ്ങൾ നാട്ടിൽ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ. ഈ ഡാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോട്ട് യാത്രകളൊക്കെ
അവർ ചെയ്യുക, സ്പീഡ് ബോട്ടിലൊക്കെ. ഈ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് തരുന്നത് എന്തുവാ? ലൈഫ് ജാക്കറ്റാണ് തരുന്നത്, അല്ലേ? നിങ്ങൾ ഇതുവരെ നാട്ടിൽ യാത്ര ചെയ്ത് ഏതെങ്കിലും ബോട്ടിൽ ആരെങ്കിലും ലൈഫ് ജാക്കറ്റിന് പകരം തലേണ തന്നിട്ടുണ്ടോ? തലേണ കിട്ടിയവരുണ്ടോ? നിങ്ങൾ ബോട്ടിൽ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ബോട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് ആണോ തരുന്നത്, തലേണയാണോ തരുന്നത്? ആമേൻ. നിങ്ങൾക്ക് ലൈഫ് ജാക്കറ്റേ തരുന്നത്. പക്ഷെ യേശു തലേണയായിട്ടാണ് കയറിയത്. യേശു ലൈഫ് ജാക്കറ്റ് എടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവോട്, കർത്താവേ അതെന്താ കർത്താവ്? കർത്താവ് തലേണ എടുത്ത് ലൈഫ് ജാക്കറ്റ് അല്ലേ എടുക്കേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, ഞാൻ ഈ ബോട്ടെ കയറിയത് മുങ്ങാൻ വേണ്ടിയല്ല, അക്കരെ പോകാൻ വേണ്ടിയാണ്. ഓ, എത്ര പേർക്ക് ദൂത് പിടി കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര പേര്, നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇല്ലാത്ത കാര്യം നമ്മൾ മുൻകൂട്ടി അങ്ങ് നിശ്ചയിക്കും, ഇതെൻ്റെ ജീവിതത്തിൽ ഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ആമേൻ, 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 ആമേൻ. അവൻ നിന്നെ വിളിച്ചത് അക്കരയ്ക്ക് പോകാൻ, സേഫ്റ്റി ജാക്കറ്റ് അല്ല, നീ തലേണ വെച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. നിനക്കൊരു വിശ്വാസം വേണം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറാത്തവനാ, അവൻ എന്നെ കൈവിടാത്തവനാ. അവൻ അതുകൊണ്ടൊരു പ്രതികൂലത്തിന്റെ നടുവിൽ പോകുമ്പോൾ ആ പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ഉറപ്പോടെ നീ മുന്നോട്ട് പോകണം. ആമേൻ, 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 ആമേൻ. യേശു പറഞ്ഞു, എനിക്ക് ലൈഫ് ജാക്കറ്റ് വേണ്ട, ഞാൻ അക്കരെ കടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ ബോട്ടിൻ്റെ അകത്ത് കയറിയത്. അതുകൊണ്ട് യേശു ലൈഫ് ജാക്കറ്റ് വലിച്ച് ദൂരെ എറിഞ്ഞ് തലേണ കൈവച്ചു. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ മുമ്പിൽ വരാൻ സാധ്യതയുള്ള പ്രതികൂലത്തെ നീ മുൻകൂറായിട്ട് ഇൻവൈറ്റ് ചെയ്യരുത്. യോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചെന്ന്. കർത്താവ് പറയും, ഞാൻ അക്കരയ്ക്ക് പോകാനാണ് ഇതിനകത്ത് കയറിയത്, അതുകൊണ്ട് എനിക്ക് തലേണ മതി, ഈ തലേണ വെച്ച് ഞാൻ കിടന്നുറങ്ങും. മനസ്സിലോ? എങ്കിലും ശിഷ്യന്മാർ നിലവിളിച്ചു. കർത്താവ് ചാടി എഴുന്നേറ്റ് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഈ തൻ്റെ ശിഷ്യന്മാരുടെ നിലവിളി കേട്ടാണ് കർത്താവ് എഴുന്നേറ്റത്. നമ്മുടെ കുറിവാക്യം ഓർമ്മയുണ്ട്, ലൂക്കോസ് 18:7. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനെങ്കിലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി വിടുവിക്കും. ഇതാണ് നമ്മുടെ കുറിവാക്യം. താൻ തെരഞ്ഞെടുത്ത തൻ്റെ വൃതന്മാർ നിലവിളിക്കുകയാണ് പ്രാണരക്ഷാർത്ഥം. നിലവിളിക്കുമ്പോൾ യേശു ചാടി എഴുന്നേറ്റ് ആമേൻ കാറ്റിനെയും കടലിനെയും അങ്ങ് ശാസിച്ചു. രണ്ടും അങ്ങ് ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ശാന്തമായി കഴിഞ്ഞപ്പോൾ, കാറ്റും കടലും ശാന്തമായി കഴിഞ്ഞപ്പോൾ, മർക്കോസ് 4:40 പറയുന്നത്, 41 പറയുന്നത് ഇങ്ങനെയാണ്: അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. മർക്കോസ് 4:41. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മർക്കോസ് 4:4 മുതൽ 20 വരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടവരായി ഇവര്. പ്രൈസ് ദി ലോർഡ്. ഒരു 10,000 പേരുണ്ടായിരുന്നിരിക്കാം അന്ന് പ്രസംഗം കേൾക്കാൻ. പക്ഷെ അന്ന് സന്ധ്യ ആയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. ബാക്കി വരുന്ന 4,500 പേരോളം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയവർ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ ഇപ്പുറത്ത് 12 പേര് യേശുവിൻ്റെ പുറകെ പോയവരാണ് ഈ പ്രതികൂല കാറ്റിൻ്റെ അകത്ത് പെട്ടുപോയവർ നിലവിളിക്കുകയാണ് അവരുടെ പ്രാണനെ രക്ഷിക്കാനായിട്ട് യേശു ചാടി എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. ഷെടാ, ഇവൻ ആർ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞ ആത്മീയ അർത്ഥം മനസ്സിലായോ? ആ 5000 പേർക്ക് അറിയാൻ മേലാത്തൊരു കാര്യം ഈ 12 പേർക്ക് അന്ന് രാത്രി വെളിപ്പെട്ടു. 5000 പേർക്ക് അറിയാവുന്നത് യേശു നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് മാത്രമായിരുന്നു. പക്ഷെ ഈ പ്രതികൂല കാറ്റിൻ്റെ അകത്ത് പെട്ടവർക്ക് കാര്യം പിടികിട്ടി. പ്രസംഗിക്കാൻ മാത്രമല്ല, കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു എന്ന്. ആമേൻ. അപ്പം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ആമേൻ. ചില പ്രതികൂലത്തിൻ്റെ അകത്ത് മാത്രമേ യേശുവിൻ്റെ അധികാരം എന്ത് എന്ന് നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ.
ആമേൻ. അന്ന് പ്രസംഗം കേട്ട ഭൂരിഭാഗം പേരും യേശു വെറും ഒരു പ്രാസംഗികനാണ് എന്ന് മാത്രം മനസ്സിലാക്കിയപ്പോൾ പ്രതികൂലത്തിന്റെ അകത്തുപെട്ടവർക്ക് ഒരു കാര്യം പിടികിട്ടി, പ്രസംഗിക്കാൻ മാത്രമല്ല യേശുവിന് കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു എന്ന്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ചില പ്രതികൂലത്തിന്റെ കാറ്റും നിന്റെ പടകിന് നേരെ മാത്രം ആഞ്ഞടിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത, മറ്റാരും ഇതുവരെ വെളിപ്പെട്ട് കണ്ടിട്ടില്ലാത്ത ചില ദൈവത്തിന്റെ അധികാരങ്ങൾ, ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നീ മാത്രമായിട്ട് മനസ്സിലാക്കാൻ പോകുക. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് രാത്രികാലം ദൂത് കൈമാറുന്നുണ്ട്. അവൻ ഈ പ്രതികൂലത്തിന്റെ കാറ്റ് നിന്നെ തകർക്കാനല്ല കേട്ടോ. ഈ പ്രതികൂലത്തിന്റെ കാറ്റിന്റെ നടുവിൽ നീ ആദ്യമായിട്ട് ചില സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുക. നീ ആദ്യമായിട്ട് യേശു ആരാണെന്ന് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പോകുക. മറ്റുള്ളവർ പലരും യേശു ഒരു പ്രാസംഗികൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതാ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് പറയുന്നവർ പറയുന്നു, ഓ യേശു കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളവൻ. രാത്രികാലം നിന്റെ പ്രതികൂലത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു എന്ന് മനസ്സിലാക്കാനാ പൈതലെ നിന്റെ പടകിന് നേരെ പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞടിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചത്. ഇന്ന് രാത്രികാലം ചിലതിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രിയിൽ എന്തേ കർത്താവേ, മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം എൻ്റെ പടകിന് നേരെ മാത്രം ആഞ്ഞടിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ പടകിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ, തിരമാലകൾ അവൻ തള്ളിക്കയറുന്നു. മറ്റൊന്നുമല്ല പ്രിയരെ, അവൻ മറ്റാരും അറിയാത്ത ദൈവിക അധികാരങ്ങൾ നീ തിരിച്ചറിയാൻ പോകുകയാണ്. അവൻ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തി നീ കാണാൻ പോവുകയാണ്. നീ പറയും, എൻ്റെ യേശു അവൻ വെറും ഒരു പ്രാസംഗികൻ മാത്രമല്ല, അവന് കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനാണ്. മറ്റൊരർത്ഥത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, നിനക്കൊരു രോഗം വരുമ്പോൾ അവൻ നിനക്ക് മാത്രം എന്ത് രോഗമെന്ന് ചോദിക്കുമ്പോൾ നീ പറ, എൻ്റെ ജീവിതത്തിൽ രോഗം അനുവദിച്ചത് എൻ്റെ ദൈവത്തിന് എൻ്റെ രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് അവൻ തിരിച്ചറിയാനാ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ, തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി. വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവും തൻ്റെ ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുമ്പോൾ അവൻ ലക്ഷ്യം വെച്ചത് ശിഷ്യന്മാരെ അല്ല, യഥാർത്ഥത്തിൽ യേശുവായിരുന്നു പ്രതികൂല കാറ്റിന്റെ ലക്ഷ്യം. എന്താണെന്നറിയാമോ? കാര്യം ഈ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗദരദേശത്തൊരു ഭൂതഗ്രസ്തനുണ്ട്. ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത, ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത, ആർക്കും കീഴടക്കാൻ കഴിയാത്ത ഒരു ഗദരദേശത്ത് ഭൂതഗ്രസ്തനുണ്ട്. യേശു അക്കരെ എത്തിക്കഴിഞ്ഞാൽ ആ ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടും. അത് നടക്കരുത്. അവൻ എന്നും കുന്നും ആ ഗുഹയ്ക്കകത്ത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടണമെന്ന ദുരാത്മമണ്ഡലം പദ്ധതിയിട്ടത് കൊണ്ടാണ് യേശുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ പ്രതികൂലത്തിന്റെ കാറ്റടിച്ചത്. ഇന്ന് രാത്രികാലം മറ്റൊരു ദൂതും കൂടെ പറയാം. നിന്റെ പടകിന് നേരെ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുന്നതിന്റെ പിന്നിലത്തെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നീ ചില വാക്തത്വം കരയ്ക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ, ചില ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ, നിന്നിലൂടെ, നിന്റെ കരത്തിലൂടെ ചില ആത്മീയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ദുരാത്മമണ്ഡലത്തിന് തിരിച്ചറിയുന്നത് കൊണ്ട് നിന്നെ ചുഴലിക്കാറ്റിന്റെ അകത്തിട്ട് അവൻ കുരുക്കാൻ അവൻ ആത്മമണ്ഡലം പദ്ധതിയിടുമ്പോൾ ഈ രാത്രികാലം നിലവിളിക്കാൻ തയ്യാറായിക്കോ. നിന്റെ പ്രയാണത്തെ, നിന്റെ മുമ്പോട്ടുള്ള യാത്രയെ തടുക്കുവാനായിട്ട് ഒരു പ്രതികൂലത്തിനും കഴിയത്തില്ല. ആമേൻ. ശിഷ്യന്മാരല്ലായിരുന്നു ലക്ഷ്യം. പ്രതികൂലക്കാറ്റിന്റെ ലക്ഷ്യം ശിഷ്യന്മാരല്ലായിരുന്നു, യേശുവായിരുന്നു ലക്ഷ്യം. കാര്യം യേശു ഗദരദേശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തം വിടുവിക്കപ്പെടും. ലഗ്യോൻ ബാധിച്ചവൻ വിടുവിക്കപ്പെടും. അവൻ വിടുവിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ കടലിന്റെ നടുവിൽ വെച്ച് തന്നെ ശിഷ്യന്മാരടങ്ങുന്ന അവൻ പടകിനെ മുക്കിക്കളയാൻ അവൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ചിലതിനെ നോക്കി ഞാൻ ആത്മാവ് ദൂത് വിളിച്ച് പറയുന്നു, നിനക്ക് നിന്റെ പടകിന് നേരെ ലക്ഷ്യം വെച്ച ചില പ്രതികൂലത്തിന്റെ കാറ്റടിക്കുന്നതിന്റെ പിന്നിലെ
ഇന്നത്തെ രഹസ്യം ഇതാണ്. നീ അക്കരെ എത്തിക്കഴിഞ്ഞാൽ അവൻ ചിലർ വിടുവിക്കപ്പെടുമെന്ന് ദുരാത്മ മണ്ഡലത്തിന് അറിയാം. നീ ചില ഭവനത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവൻ ആത്മീയ വിടുതൽ അവൻ ചിലരുടെ ഭവനത്തിൽ, ചിലരുടെ വ്യക്തി ജീവിതത്തിന്റെ അകത്ത് നടക്കുമെന്ന് അവൻ ദുരാത്മ മണ്ഡലത്തിന് അറിയാവുന്നത് കൊണ്ട് നിന്നെ കറക്കാനായിട്ട് പ്രതികൂലത്തിന്റെ കാറ്റ് ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം കർത്താവിന്റെ സന്നിധി നിലവിളിക്കാൻ നീ തയ്യാറായാൽ ആമേൻ. ഹല്ലേലൂയ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ വൃതന്മാരുടെ കാര്യത്തിൽ ശരിയാണ് ദീർഘക്ഷമയുണ്ടെങ്കിലും വിടുതലിൻ്റെ കാര്യം വരുമ്പോൾ വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന അവനെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവിക നിയോഗങ്ങളുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവിക വാക്തത്വങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ ലക്ഷ്യസ്ഥാനത്തേക്ക് കർത്താവിനൊപ്പം യാത്ര ചെയ്യുകയാണ്. പക്ഷെ നിങ്ങളുടെ യാത്ര അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ ചിലരുകൂടെ വിടുവിക്കപ്പെടുമെന്നുള്ള അവൻ അറിവ് പൈശാചിക മണ്ഡലത്തിൽ ഉള്ളത് കൊണ്ട് നിന്നെ ഇവിടെ ഇട്ടാൻ കറക്കാൻ ശ്രമിക്കുക. പക്ഷേ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ ഈ കണ്ണുനീരൊഴുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആർക്കും കീഴടക്കാൻ കഴിയാത്ത ചില ഭൂതഗ്രസ്തന്മാർ അവൻ നിന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങും. അവൻ നിന്നിലൂടെ അവർ വിടുവിക്കപ്പെടും. ചില ദേശത്ത് ചില വിടുതലുകൾ അവൻ ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിൽ തൂന്നു വിളിച്ചു പറയുന്നു. ദേശത്ത് ചില വിടുതലുകൾ ഈ കൂട്ടായ്മയിലൂടെ ആമേൻ വിവിധ ദേശങ്ങളിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ കരങ്ങളിലൂടെ ചില ദൈവിക വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ദൈവദാസനോട്, റഹബോത്ത് മിനിസ്ട്രിയുടെ ഭാരവാഹികളോട് ആമേൻ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒറ്റ വാക്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ പേര് സാബു ചെറിയാനെന്നാണ്. ഞാൻ അബുദാബിയിൽ ബറാക്ക ക്രിസ്ത്യൻ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ദൈവസഭയുടെ സീനിയർ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചില പാട്ടുകളൊക്കെ എഴുതിയത് ഞാനാണ്. യേശുവിൻ്റെ ദൈവത്തെപ്പോൽ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, യേശു ഒരു വാതിൽ തുറന്നാൽ, ഈ പാട്ടുകളൊക്കെ ഈണം പകർന്ന് എഴുതിയ വ്യക്തി ഞാൻ തന്നെയാണ്. അങ്ങനെ കൂടെ എന്നെ ചിലർക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ ഈ അവസരം തന്ന ദൈവദാസനോടും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വന്ന സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ആമേൻ കർത്താവിന്റെ അഭിഷിക്തനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. കർത്താവിന് മുഴുവൻ മഹത്വവും നൽകുകയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, വാസ്തവമായി ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളുടെ ആമേൻ സ്തോത്രം ഉപജ്ഞാതാവാണ്. ഞങ്ങൾ അറിഞ്ഞില്ല സത്യത്തിൽ. എന്നാൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ ദാസനെ അങ്ങ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ ഉള്ള കത്തുകയായിരുന്നു. സ്തോത്രം. അതുപോലെ ആത്മസാന്നിധ്യത്തിലായിരുന്നു ജനമായിരുന്നു. ഭയങ്കര ദൈവസാന്നിധ്യം. ഒരു വ്യക്തിപരമായ പ്രവചനം പറയുന്നതിനേക്കാൾ ഉപരിയായി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള ആത്മീക ദൂതായിരുന്നു ഇന്ന് രാത്രി അഭിഷിക്തൻ സംസാരിച്ച്. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് ദൈവദാസനെ തന്റെ കുടുംബത്തെ അബുദാബിയിൽ ശക്തമായി ഉപയോഗിക്കട്ടെ, ലോക രാജ്യങ്ങളുടെ വിടുതലിന് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ബ്ലസ് ചെയ്യുകയും ചെയ്യുകയാണ്. ആമേൻ. റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിലും ആമേൻ കർത്താവിന്റെ ദാസൻ അനുബി പാസ്റ്ററും തന്റെ കുടുംബത്തിന്റെ പേരിലും ആമേൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്ന് രാത്രി മീറ്റിംഗിൽ സംബന്ധിച്ച ആമേൻ ദൈവമക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. രാജൻ സാർ ലെഫ്റ്റ് ആകരുത്. രാത്രി പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ പിരിയണം. കർത്താവിന്റെ അഭിഷിക്തന് ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനും ആമേൻ പ്രൈസുള്ളൂ അനേകരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു അഭിഷിക്തനുമാണല്ലോ കർത്താവ്. വിവിധ മാധ്യമങ്ങളുടെ കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം. ഇന്ന് രാത്രി മീറ്റിംഗ്
മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒത്തിരി അഭിഷിക്തന്മാർ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ പങ്കെടുത്ത ദൈവമക്കൾ, സഹോദരിമാർ, അവരെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മീറ്റിങ്ങിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ ചില സഹോദരിമാർ നെടുന്തൂണായി നിന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. മയ്യനാടുള്ള സഭയിലെ സഹോദരി ഗണങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അതുപോലെ മറ്റു സഹോദരിമാർ പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ വിജയം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിലും ഇതുപോലെ ആ അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കാൻ അതിന്റെ പിന്നിലുള്ള സീക്രട്ട് അതാണ്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നാളെ നമ്മളെ 5-ാമത്തെ ദിവസം 5 കൃപയെ കാണിക്കുന്നു. പ്രൈസലോ. നാളെ നമ്മുടെ സുലുസങ്കർ സിസ്റ്ററാണ് കർത്താവിന്റെ വചനവുമായി കടന്നു വരുന്നത്. നിങ്ങൾ കഴിയുന്നവർക്കൊക്കെ ID പ്രൈസലോ അയച്ചു കൊടുത്താട്ടെ. പ്രത്യേകം നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പേര് നിങ്ങൾ അടിച്ച് കയറണം. ബെരാക്ക CIM എന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞ ദിവസം. പ്രൈസലോ. അപ്രതീക്ഷിതമായി ഇതിൻ്റെ അകത്ത് വലിയ ഓളങ്ങൾ ഉണ്ടായി. സുവിശേഷ വിരോധികൾ കടന്നു വന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് പലപ്പോഴും പേരും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യാൻ ആളുകളോട് വ്യക്തമായി പേരെഴുതാൻ പറയണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷകളെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കർത്താവിന്റെ ദാസൻ രാജൻ സാമുവൽ പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ആമേൻ. ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താട്ടെ അനുബി പാസ്റ്ററെ, പ്ലീസ്. പാസ്റ്ററെ ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ. Praise God. Hallelujah. Thank you, Lord Father. സ്വർസ്ന പിതാവേ, കർത്താവേ, ഈ സന്ധ്യാസഭയുടെ പാദത്തിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവിൻ്റെ കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവെ നീ ഇടപെട്ടല്ലോ കർത്താവ്. നിന്റെ സാന്നിധ്യത്തിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ ദാസനെ എത്രത്തോളം നീ ഉപയോഗിച്ചല്ലോ കർത്താവിൻ്റെ കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. നിന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെ കർത്താവേ സ്തോത്രം ഇത്രത്തോളം നീ നടത്തില്ലോ. ഇനിയും അധികം കർത്താവേ നിന്റെ ദാസനെ ഉപയോഗിക്കണമേ കർത്താവേ. Lord, we pray, Lord Father God, you will use your servant, Lord Father God, to touch the nations, Lord Father God. Lord, you will anoint him and strengthen him, Lord Father God. You will expand his boundaries in these days, Lord Father God. We thank you, Lord Father, because your mighty hand is upon him, Lord Father God. And in the coming days, Lord Father God, he will cross over, Lord Father, to a new dominion, Lord Father God, a new boundary, Lord Father, new realm, Lord Father God. We thank you, Lord Father, and we bless him in your holy name, Lord Father God. Thank you, Lord Father, for this beautiful time, Lord. താവേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ജോയിൻ ചെയ്ത് ഓരോരുത്തരെയും നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ ദാസന്മാർ നിന്റെ കയ്യിൽ തരുന്ന കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ അനുബേബി പാസ്റ്ററിന്റെ കയ്യിൽ തരുന്നു. അനിൽ ജോർജ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത് ഓരോ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അവരുടെ മിനിസ്ട്രികളെയൊക്കെ നീ തുടരണമേ കർത്താവേ. ഈ ദിവസങ്ങൾ കർത്താവ് ഉപവാസത്തോടുകൂടി ഇരിക്കുന്ന കർത്താവേ ഒരു എക്സ്പാൻഷന് കാരണമായി തീരട്ട് കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് കർത്താവ് വലിയൊരു ഉണർവിന് കാരണമായി തീരട്ട് കർത്താവേ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ദേശത്ത് കർത്താവേ സ്തോത്രം ഓരോ സ്റ്റേറ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഓരോ പട്ടണങ്ങളിലൊക്കെ കർത്താവേ യേശുവിൻ്റെ നാമം ഉയരുവാൻ കർത്താവേ സ്തോത്രം ഇടയാക്കണമേ കർത്താവേ. കർത്താവേ നിന്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്ന കാണുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിനെ വലിയൊരു കാറ്റടിക്കുന്നത് കാണുവാൻ ഇടയാക്കണമേ കർത്താവേ സ്തോത്രം. ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത് ഓരോരുത്തരെയും നിന്റെ കയ്യിൽ തന്നെ കർത്താവേ. Every spoken and unspoken need, Lord Father, we bring to you, Lord Father. We pray, Lord, your hand will be upon each person, Lord. And I pray, Lord Father God, every kind of bondage will be broken, Lord. Every kind of sickness will be healed, Lord Father God. Above all, Lord Father, a double portion of your Holy Spirit, Lord Father, will touch your people today, Lord Father. Refresh us, Lord. Strengthen us, Lord Father. നീ നല്ല സമയത്ത് ഒരു പ്രാവശ്യം സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. മനോമഹത്വം നീ തന്നെ എടുക്കണമേ. യേശുവിന്റെ അപേക്ഷ കേൾക്കണമേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. രാജൻ സാർ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്ത ദൈവജനത്തോടുള്ള ആമേൻ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എളിവിനെ ഓർത്തും പ്രാർത്ഥിക്കണം. നാളെ ഞാൻ ആമേൻ ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന സ്ഥലത്തേക്ക് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കടന്നു പോകുന്നു. കർത്താവിന്റെ ദാസൻ അനുബി പാസ്റ്റർക്ക് അറിയാൻ നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ കാണും വരെയും കർത്താവിന്റെ ചെറുകടിയിൽ നമ്മളെ മറക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തുന്ന സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പാലിക്കട്ടെ. ആമേൻ, ആമേൻ.